വാഴ 2 രാവിലെ കണ്ടതാണ്. ഇപ്പോഴാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. ഫസ്റ്റാണോ നല്ലത് സെക്കൻഡാണോ നല്ലതെന്ന് വെച്ചാൽ ഫസ്റ്റിൽ കുറേ ചിരിക്കാനുണ്ട്. ഞാൻ കരഞ്ഞൊരു ഒറ്റ സീനാണ്. അത് ആ മണ്ഡപത്തിൽ സ്വന്തം അച്ഛൻ സ്വന്തം മോനെ ചേർത്ത് പിടിക്കുന്ന സീനുണ്ട്. അത് എല്ലാ പിള്ളേരും ആഗ്രഹിക്കണ ഒരു സാധനമാണ്. ആ മൊമെൻറ്റിൽ എനിക്ക് കരച്ചിൽ വന്നു. ഈ സിനിമയെന്ന് വെച്ചാൽ ചിരിയിനുപരി ഞാൻ കടന്നുപോയ, ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കുറേ കാഴ്ചകൾ എൻ്റെ മുന്നിൽ വീണ്ടും കൊണ്ടുവന്ന് വെച്ച് അത് കണ്ടപ്പോൾ കരച്ചിലാണ് വന്നത്. അതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ബിജുക്കുട്ടൻ ചേട്ടനാണ്. അതേപോലത്തെ ഒരു അച്ഛനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റാണ്. സ്വന്തം മകൻ എന്താണ് വേണ്ടത്, സ്വന്തം മകൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു അച്ഛൻ, സ്വന്തം മകൻ്റെ കൂട്ടുകാരന്മാരെ സ്വന്തം മക്കളായിട്ട് തന്നെ കണ്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു അച്ഛൻ. അങ്ങനത്തെ ഒരു അച്ഛനുണ്ടെങ്കിൽ വേറെ എന്താണ് വേണ്ടത്? കാശും പണമൊന്നുമല്ല. അതേപോലത്തെ ഒരു അച്ഛനെ കിട്ടാൻ തന്നെയാണ് ഏറ്റവും വലിയ പാട്. നമുക്കൊന്നും കിട്ടാത്തത് അതാണ്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു അച്ഛനല്ലേ കിട്ടിയത്. എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു അമ്മേനെ കിട്ടി. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ +2 ലൈഫിലേക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ സസ്പെൻഷൻ കിട്ടി. ആ സമയത്ത് എൻ്റെ അമ്മ അനുഭവിച്ചൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് കരഞ്ഞൊരു സാധനമുണ്ട്. അതൊക്കെ ഒരു ഒരു ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു സാധനം നടക്കും. അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. അനുഭവിച്ചുകൊണ്ട് പറയണം. ഇച്ചിരി അല്ല, നല്ല പെയിൻഫുള്ളാണ്. നല്ല പെയിൻഫുള്ളാണ്. പക്ഷെ എൻ്റെ അമ്മക്ക് ഞാനത് പോലെ കൊടുത്തിട്ടുണ്ടോ? എൻ്റെ അമ്മക്ക് കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ തന്നെ ചോദിക്കണം. എൻ്റെ അമ്മയുടെ തന്നത് അടിപൊളിയാണ്. ഞാൻ എന്ത് ചെയ്താലും ആരെയും കുറച്ച് ചെയ്തു പറയും, പിന്നെ നിൻ്റെ ഇഷ്ടമല്ലേ പോട്ടെ. അങ്ങനെയാണ് എൻ്റെ അമ്മ. അടിപൊളിയാണ്. എല്ലാ അമ്മമാരെ പോലെയാണ്. പിന്നെ ഈ സിനിമയിൽ 2 കാര്യങ്ങളാണ് മെയിൻലി എനിക്ക് ഇതിൽ പ്രണയം, ഹാഷറിൻ്റെ പ്രണയമുണ്ട്. അവനൊരു പോയിൻ്റിൽ ഡയലോഗ് പറയും, നിനക്ക് എന്നെക്കാളും നല്ല ചെക്കനെ കിട്ടും, ആ പെണ്ണ് ഏറ്റവും ഭാഗ്യവതിയാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഒരു ചെക്കൻ തന്നെക്കാളും നല്ലൊരു ചെക്കൻ നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനേക്കാളും സ്നേഹിക്കേണ്ടതെന്ന് അർത്ഥം. അവർ തമ്മിൽ ഒന്നിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നി. കാരണം എനിക്ക് +2 ലൈഫിലൊന്നും പ്രണയം ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രണയം ഉണ്ടായിട്ടില്ല എന്നല്ല, പ്രണയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ആൾ ഒരു സാഹചര്യത്തിൽ പെട്ടുകൊണ്ട് പോയി. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ തെറ്റുകൊണ്ടാണോ ഇനി എൻ്റെ മടുത്തിട്ടാണോ ഒന്ന് നമ്മൾ അറിഞ്ഞൂടാ. എന്തായാലും പോയി. പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ നമ്മളായിട്ട് പോകുമ്പോൾ ഇച്ചിരി നല്ല പെയിൻഫുള്ളാണ്. പിന്നെ ലഹരി എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ +2 അല്ലെങ്കിൽ ഇപ്പോഴും കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് +2 ലൈഫിൽ എൻ്റെ കൂട്ടുകാരന്മാർ ചോദിച്ചിട്ടുണ്ട്, വേണോടാ വലിക്കുന്ന സമയത്ത്. അങ്ങനെ വേണ്ട, എനിക്ക് വേണ്ടാത്തൊരു കാര്യം വേണ്ട. അത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ ലഹരി ഉപയോഗിക്കാത്തത് നല്ല ഫ്രണ്ട്സുള്ളതുകൊണ്ടല്ല, ഒരു മോശം അച്ഛനുള്ളതുകൊണ്ടാണ്. എൻ്റെ അച്ഛൻ നല്ലോണം കുടിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കുറേ കട്ടായം കാണിക്കും. അപ്പം എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു റോൾ മോഡൽ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. എന്തിനും വീട്ടിൽ വീണ്ടും ഒരാൾ പറഞ്ഞാൽ മതി. അന്നത്തോടെ നിർത്തിയതാണ്. എൻ്റെ അമ്മക്ക് കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ ഇപ്പോഴും നിറവേറ്റി പോകുന്നൊരു വാഗ്ദാനം അതാണ്, ചെയ്യൂല എന്നുള്ളത്. സോ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. വാഴ ഇസ് നോട്ട് എ മൂവി, മൈ ലൈഫ്. എന്നെപ്പോലെ 1000 പേര് ജീവിതം അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നുപോയ വഴികൾ, അത്രേ ഉള്ളൂ.